കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കാടിൻ്റെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം തമ്പുരാൻ എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്, ദൈവം തന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്ന് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുവോ, എന്ന് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുവോ, പരിശുദ്ധാത്മാവിനെ എന്ന് നമ്മൾ പ്രാപിച്ചുവോ, അന്നു മുതൽ നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമ്മൾ എവിടെയും തോറ്റുപോകത്തില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവാകുന്ന ഒരു തീ നമ്മളിൽ എപ്പോഴും കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനൊരു ഉദാഹരണമായിട്ടൊരു വചനം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 18:28 ഇങ്ങനെ വായിക്കുന്നു: നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ മങ്ങിയിരിക്കുന്ന വിളക്കുകളെ ആമേൻ പ്രകാശിപ്പിക്കുന്ന ആ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പ്രവാചകൻ പറയുന്നു, യെശയ്യാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു: ചതഞ്ഞോടെ അവൻ ഓടിക്കത്തില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചതഞ്ഞ ഒരു അനുഭവമാണെങ്കിൽ വലിയവനായ ദൈവം ഈ നാളുകളിൽ നമ്മളെ ശക്തീകരിപ്പാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു കാലത്ത് ഈ ഓടക്കുഴൽ നന്നായിട്ട് ഹല്ലേലൂയ അനേകർക്ക് പ്രയോജനപ്പെട്ട ഒരു ഓടക്കുഴലായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അത് ചതഞ്ഞതുകൊണ്ട് അതിൻ്റെതായ സ്വരങ്ങളോ അതിൻ്റെതായ അതേ ശബ്ദങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയാതെ വന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഒരുപക്ഷെ ചതഞ്ഞ അവസ്ഥയാണെങ്കിലും, നിന്റെ കൃപ നഷ്ടപ്പെട്ടു പോയെങ്കിലും, നിന്റെ കൃപയിൽ നിനക്ക് നിൽക്കാൻ കഴിയാതെ പോയെങ്കിലും നീ ഭാരപ്പെടേണ്ട. ദൈവസേനയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നിന്നെ ശക്തീകരിക്കാൻ വലിയവനായ ദൈവം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, നിന്നിൽ നഷ്ടപ്പെട്ടതുപോയ കൃപകളെ തിരിച്ചു തരുവാൻ ദൈവം വലിയവനാണ്. ഒരു കാലത്ത് നീ പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു, ഒരു കാലത്ത് അനേകർക്ക് അനുഗ്രഹമായിരുന്നു. ആമേൻ. നിന്നിൽ ഒരു ദീപം കത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇന്ന് ആ ദീപം ഒരുപക്ഷെ പ്രകാശം തരാതിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നീ ഭാരപ്പെടേണ്ട. സ്തോത്രം. നീ ചത്തു, എൻ്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് നീ വിചാരിക്കേണ്ട. ആ ദീപം മങ്ങിയാണെങ്കിലും കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ആ മങ്ങിയ അവസ്ഥകളെ മാറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ അവസ്ഥകളെല്ലാം മാറ്റി നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ നിന്ദകൾ, നമ്മുടെ അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുത്ത് നമ്മളെ പ്രകാശമുള്ള, പ്രയോജനമുള്ള, അനുഗ്രഹീതമായ ഒരാത്മീയ അതേ അനുഭവത്തിലേക്ക് മാറ്റുവാൻ ദൈവം വലിയവനാണ്. നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ മാറ്റും. എൻ്റെ മങ്ങിയിരിക്കുന്ന അവസ്ഥകൾ മാറും. എൻ്റെ ദീപം ഒരു കാലത്ത് കത്തിക്കൊണ്ടിരുന്നു, ഇനി അത് കത്തുവോ എന്ന് നിങ്ങൾ ഭാരപ്പെടാതെ ആമേൻ, അത് കത്തുവാൻ തക്കവണ്ണം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ പോകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ദൈവത്തിന്റെ ദാസനായിരിക്കാം, സഭയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിളക്ക് പോലെ ഇരുന്ന ഒരു വിശ്വാസിയായിരിക്കാം. ആമേൻ. ലീഡർ സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വമുള്ള, പദവിയുള്ള, സ്ഥാനമുള്ള ഒരു ദൈവത്തിന്റെ അതേ ഹല്ലേലൂയ സ്തോത്രം ദാസനായിരിക്കാം. ആരായിരുന്നാലും വലിയവനായ ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിയെടുത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോയതിനെ തിരിച്ചു തന്ന് ആമേൻ ഇരുട്ടടഞ്ഞ അനുഭവങ്ങളെ മാറ്റി അന്ധകാരങ്ങളെ നീക്കി തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് അനേകർക്ക് ആമേൻ ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന അനുഭവത്തിൽ, അല്ലെങ്കിൽ
അനേകർക്ക് ദൈവത്തെ കാഴ്ചവെക്കുന്ന ഒരു അനുഭവത്തിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം നിങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് നിങ്ങൾ മടുത്തു പോകരുത്. ഈ 2025 വർഷം നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ വർഷമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ കണ്ണുനീരുകൾ തുടയ്ക്കാൻ പോകുകയാണ്. നിങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ, ഹല്ലേലൂയ, ഞാൻ എവിടെയാണ് വീണതെന്ന് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ എവിടെയാണ് വീണത്? എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പ്രകാശിക്കാൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ശുശ്രൂഷ മങ്ങിപ്പോയത്? എന്റെ അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോയത്? എന്റെ ബിസിനസ് ഹല്ലേലൂയ പഴയതുപോലെ നടക്കാതിരിക്കുന്നത്? എന്റെ മിനിസ്ട്രി വളരാതിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്നുള്ളതിന് ഒരു സംശയമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ പിന്നെയും ശക്തി പ്രാപിച്ച് ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. നിങ്ങളതുകൊണ്ട് ഭാരപ്പെടേണ്ട. നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങളുടെ ശുശ്രൂഷകൾ ഏതായിരുന്നാലും നിങ്ങളെ ഉപയോഗിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. നിങ്ങളുടെ ബിസിനസ് ഹല്ലേലൂയ നഷ്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവം നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കുവാൻ വലിയവനായ ദൈവമാണ്. നിങ്ങളുടെ അവസ്ഥകൾ രോഗത്തിന്റെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. ഇതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു, എൻ്റെ ജീവിതം അന്ധകാരമാണ്, എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, അനാഥയാണെന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ രോഗത്തിന്റെ ശക്തികളെ തകർത്ത് രോഗബന്ധനങ്ങളെ ഉടച്ച് നിങ്ങളെ കൃപയിൽ നിർത്തി പിന്നെ ഒരു പുതിയ അഭിഷേകത്തിൽ അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. യേശു ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്നു. യേശു മാറാത്തവനാണ്. ഈ യേശുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. ആമേൻ. മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, സംശയം വേണ്ട. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. ഒരുപക്ഷെ സംശയത്തിന്റെ വാക്കുകൾ പലരും പറഞ്ഞേക്കാൾ നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുക, യേശു വലിയവനാണ്. എൻ്റെ സ്ഥിതി മാറ്റും, എൻ്റെ അവസ്ഥ മാറ്റും, എന്നെ ഉയർപ്പിക്കും, എന്നെ എഴുന്നേൽപ്പിക്കും, എന്നെ ശക്തീകരിക്കും. ഒരു പുതിയ അഭിഷേകം എനിക്ക് കർത്താവ് തരും. നിങ്ങളത് മനസ്സിലാക്കുക. മടുത്തൂകാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുക. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിളക്ക് കത്താൻ പോകുകയാണ്. നിങ്ങളുടെ അന്ധകാരം മാറാൻ പോകുകയാണ്. നിങ്ങളുടെ നഷ്ടങ്ങൾ മാറാൻ പോകുകയാണ്. നിങ്ങളുടെ കഷ്ടങ്ങൾ മാറാൻ പോകുകയാണ്. ആമേൻ. നിങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ദിവസങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശു നമ്മുടെ അവസ്ഥകളെ മാറ്റും. യേശു നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ കർത്താവിനെ ആശ്രയിക്കാം. ദൈവസനം നമ്മളെ താഴ്ത്തി കൊടുക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ മാറാൻ പോകുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ തോൽവി ഹല്ലേലൂയ അത് ജയമായി മാറ്റി തീർക്കാൻ പോകുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദീപം കത്താൻ പോകുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിളക്ക് എരിയാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന നിന്റെ മക്കളെല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ തന്റെ മക്കളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി പകർന്ന് കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ മറയ്ക്കണം. വലിയ നാം മാത്രം മഹത്വപ്പെടണം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഈ ദൈവം എന്നും നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യും.
ഹല്ലേലൂയ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.